നാം പലപ്പോഴും രോഗങ്ങളാലും തളർച്ചകളാലും ശാരീരികമായി ക്ഷീണിക്കാറുണ്ട്. നമ്മുടെ മനസ്സ് ആ വേളകളിൽ ഉറച്ചിരിക്കുമ്പോൾ, നമ്മുടെ ആത്മാവ് ശക്തിപ്പെട്ടിരിക്കുമ്പോൾ ശാരീരിക ക്ഷീണങ്ങൾ പലപ്പോഴും നമുക്കൊരു പ്രശ്നമാകാറില്ല. അതുപോലെ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സ് ക്ഷീണിക്കാറുണ്ട്. അന്നേരം നമ്മുടെ ആത്മാവ് ബലപ്പെട്ടിരിക്കുന്നത് നിമിത്തം മാനസിക ആശ്വാസ്യങ്ങളെ നാം തരണം ചെയ്യുന്നു. നമ്മളെ ആത്മാവ് ക്ഷീണിക്കുന്ന വേളകളിൽ, എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്ന് മനസ്സ് ആത്മാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും തന്മൂലം കർത്താവിൽ പ്രത്യാശ വെച്ച് ആത്മാവ് ബലം പ്രാപിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം ശാരീരികമായും മാനസികമായും ആത്മീയമായും ഒരുപോലെ ക്ഷീണിക്കുമ്പോൾ അവിടെ ചിലപ്പോൾ ആർക്കും തന്നെ പിടിച്ചു നിൽക്കാനാവില്ല. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കൂടി ഒരുപക്ഷെ ചിലരെങ്കിലും ഇന്ന് കടന്നു പോകുന്നുണ്ടാകാം. നമുക്ക് സമസ്വഭാവമുള്ളവനും എന്നാൽ അതേസമയം പ്രാർത്ഥനാവീരനും ധൈര്യശാലിയും യഹോവ തന്നെ ദൈവമെന്ന് കർമ്മേലിൻ്റെ മുകളിൽ തീ ഇറക്കി തെളിയിച്ചവനുമായിരുന്നു ഏലിയാവ്. എന്നാൽ അവനിപ്പോൾ ഒരു ചൂരച്ചെടിയുടെ തണലിൽ ശാരീരികമായി, മാനസികമായി, ആത്മീയമായി തളർന്നിരിക്കുകയാണ്. അടുത്ത ഒരു ചുവട്ടടി മുമ്പോട്ട് വയ്ക്കുവാൻ കഴിയാതെ ഏലിയാവ് അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന്. നമ്മെ ശാരീരികമായും മാനസികമായും ആത്മീയമായും തളർത്തിക്കളവാൻ സാധ്യതയുള്ള പ്രതിസന്ധികളിലൂടെയായിരിക്കാം പലരും ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ജീവൻ ഒടുക്കുവാൻ ചിലർ പരിശ്രമിക്കുമ്പോൾ, വേറെ ചിലർ ജീവൻ ഒടുക്കുന്നില്ല എങ്കിലും മരിക്കാതെ ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചൂരച്ചെടിയുടെ തണലിൽ ഏലിയാവിൻ്റെ ജീവൻ രക്ഷിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന സന്ദേശമാണ് പരിശുദ്ധാത്മാവിന് നമ്മോട് നൽകുവാനുള്ളത്. ദൈവത്തിന് മാത്രം പ്രവർത്തിക്കുവാൻ കഴിയുന്ന അതിനിർണായകമായ ഈ വേളയിൽ ദൈവം തൻ്റെ ദൂതനെ ഏലിയാവിൻ്റെ അടുക്കിലേക്ക് അയക്കുന്നു. ശരീരത്തിന് ആവശ്യമായ ഉറക്കം, ആഹാരം, വെള്ളം എന്നിവ ദൈവം അവന് നൽകി. ദൂതൻ്റെ തട്ടലിലൂടെ ഏലിയാവിൻ്റെ മനസ്സ് ധൈര്യപ്പെട്ടു. ശരീരത്തിൻ്റെ ക്ഷീണം മാറി മനസ്സ് ധൈര്യപ്പെട്ട ഏലിയാവ് തൻ്റെ ആത്മാവിൻ്റെ ശക്തീകരണത്തിനായി 40 ദിവസം ഹോരേബോളം നടന്നു കയറി. ഹോരേബിൽ വെച്ച് ദൈവം തന്നെ നേരിട്ടിറങ്ങി വന്ന് ഏലിയാവിൻ്റെ ആത്മാവിനെ ശക്തീകരിച്ച് അടുത്ത പദ്ധതികൾക്കായി അവനെ ഒരുക്കിയെടുത്തു. ഇപ്പോൾ മതി, ഇനി എനിക്ക് ജീവിക്കേണ്ട, ഇനി എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് നിരാശ പൂണ്ട ആരെങ്കിലും മനസ്സിൻ്റെ ഉള്ളറയിൽ നിന്നും മറ്റാരും കേൾക്കാതെ നിലവിളിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക: ദൈവത്തിൻ്റെ പദ്ധതി നമ്മിലൂടെ പൂർത്തീകരിക്കാത്തിടത്തോളം കാലം ദൈവം നമ്മുടെ ആരുടെയും ജീവൻ എടുക്കുകയില്ല. പകുതി ദൂരം കൊണ്ട് അവസാനിക്കുവാനുള്ളതല്ല നമ്മുടെ ജീവിതം. ജിം എലിയറ്റിൻ്റെ ആ മനോഹരമായ പ്രാർത്ഥന ഇന്നത്തെ നമ്മുടെയും പ്രാർത്ഥനയാകട്ടെ. ഐ സീക്ക് നോട്ട് ലോങ് ലൈഫ് ബട്ട് എ ഫുൾ വൺ ലൈക്ക് യു ലോർഡ് ജീസസ്. ഒരു നീണ്ട ജീവിതമല്ല, യേശു കർത്താവിനെ പോലെ ഒരു നിറഞ്ഞ ജീവിതം തരണമേ. ആമേൻ. Have a blessed day.